റഷ്യയിലെ ഒരു താഴ്വര. അവിടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ആർക്കും തന്നെ അതിജീവിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഗ്രഹത്തിലെ ഒരു അപകട മേഖല എന്ന് വരെ പറയാം. അത്തരത്തിൽ തന്നെ റഷ്യയിലെ കാംചാറ്റ്കയിൽ ഒരു വിചിത്രമായ സ്ഥലമുണ്ട്, മരണത്തിന്റെ താഴ്വര അഥവാ ദ വാലി ഓഫ് ഡെത്ത്. സോ ഇന്ന് ക്രേസി പീഡ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ദ വാലി ഓഫ് ഡെത്ത് എന്ന നിഗൂഢമായിട്ടുള്ള ഒരു താഴ്വരയിലേക്കാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. റഷ്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അകന്ന പ്രദേശം. വലുതായ അഗ്നിപർവ്വതങ്ങൾ, മഞ്ഞുമലകൾ, വനങ്ങൾ. പുറത്തുനിന്ന് നോക്കുമ്പോൾ മനോഹരവും ശാന്തവുമായ ഭൂമി. പക്ഷേ അതിന്റെ മധ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം. അവിടെ കാലുകുത്തിയവരുടെ കാര്യത്തിൽ തീരുമാനമാവുന്നതിൽ ഒരു സംശയവുമില്ല. 1930കളിൽ ചില വേട്ടക്കാരന്മാർ അവരുടെ നായയെ അന്വേഷിച്ച് കാട്ടിനുള്ളിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവർ കണ്ടത് മരിച്ചു കിടക്കുന്ന നിരവധി മൃഗങ്ങളായിരുന്നു. ചെടികൾ, കുരങ്ങുകൾ, പക്ഷികൾ എന്നിങ്ങനെ. ശരീരത്തിൽ പരിക്കോ രക്തമോ ഒന്നും തന്നെയില്ല. അതുപോലെ വളരെ ശാന്തമായ മരണങ്ങൾ. വേട്ടക്കാരന്മാർ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അത് മരണത്തിന്റെ താഴ്വരയാണ്, അവിടേക്ക് പോകാൻ നിൽക്കണ്ട. ശാസ്ത്രജ്ഞർ പിന്നീട് ഈ സ്ഥലത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അവരെന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം അതെന്താണ് എന്ന്. ശാസ്ത്രജ്ഞർ പിന്നീട് ഈ സ്ഥലം പഠിച്ചപ്പോൾ അവർ കണ്ടത് താഴ്വരയുടെ അടിത്തട്ടിൽ നിന്നും അപകടകരമായ വാതകങ്ങൾ പുറത്തേക്ക് വരുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന വിഷവാതകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, വായുവിലെ ഓക്സിജൻ കുറിച്ച് ശ്വാസം മുട്ടിക്കുന്നു. ഹൈഡ്രജൻ സൾഫൈഡ്, വിഷമുള്ള വാതകം, മണത്താൽ തന്നെ വളരെയേറെ അപകടമാണ്. അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ്, കണ്ണും തൊണ്ടയും പൊള്ളിക്കും. കാറ്റില്ലാത്ത ദിവസങ്ങളിൽ ഈ വാതകങ്ങൾ താഴ്വരയിൽ അടിഞ്ഞുകൂടും. ആ സമയത്ത് ശരീരമാകെയുള്ള അസ്വസ്ഥത അനുഭവപ്പെടും. ശാസ്ത്രം വാതകത്തെ കുറിച്ച് പറയുന്നു, പക്ഷെ നാട്ടുകാർക്ക് വേറെ കഥയുണ്ട്. പണ്ടുകാലത്ത് ഇവിടെ 2 ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടന്നുവെന്ന് വിശ്വാസം. ആ യുദ്ധത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾ ഇന്നും അവിടെ നിലനിൽക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ചില മുതിർന്നവർ പറയുന്നത് രാത്രി സമയത്ത് താഴ്വരയ്ക്ക് അടുത്ത് ചെന്നാൽ വാളുകൾ ഇടിക്കുന്ന ശബ്ദം പോലെയോ ആരോ വിളിക്കുന്ന ശബ്ദം പോലെയൊക്കെ കേൾക്കാമെന്ന്. 1980കളിൽ ഒരു ഗവേഷക സംഘം പ്രത്യേക സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ച് താഴ്വരയിൽ പ്രവേശിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം സംഘത്തിലെ 2 പേർക്ക് തലചുറ്റലും ശ്വാസം മുട്ടലും തുടങ്ങി. അവർ ഉടൻ തന്നെ പ്രദേശം വിട്ടു. പിന്നീട് അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അവിടെ നാം മാത്രമല്ല, ആരോ നമ്മെ നിരീക്ഷിക്കുന്നെന്ന തോന്നലുണ്ടായിരുന്നു എന്നതാണ്. വിചിത്രമായ മറ്റൊരു കാര്യം, പല വന്യമൃഗങ്ങളും അപകടം തിരിച്ചറിയുന്നു എന്നതാണ്. അവിടെയുള്ള കരടികൾ പലപ്പോഴും ദ വാലി ഓഫ് ഡെത്തിന്റെ അതിരുകളെത്തുമ്പോൾ തിരിച്ചു നടക്കാറുണ്ട്. ഇന്ന് മരണത്തിന്റെ താഴ്വര പൊതുജനങ്ങൾക്ക് നിരോധിച്ച പ്രദേശമാണ്. അതിനടുത്തുള്ള ഗ്രാമവാസികൾ പോലും അതിന്റെ അതിരുകൾ കടക്കാറില്ല. സാഹസിക യാത്രികർ ചിലപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കും. പക്ഷേ മനുഷ്യൻ നേരത്തെ അവിടെ പോകുന്നത് വളരെയേറെ അപകടമാണ്. കാരണം അവിടുത്തെ വാതകത്തിന് നിറവുമില്ല, മണവുമില്ല. നിങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ അത് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കും. മരണത്തിന്റെ താഴ്വര നമ്മളോട് പറയുന്ന വലിയൊരു പാഠമുണ്ട്. പ്രകൃതിയുടെ ശക്തി എന്നത് നമ്മൾ കരുതുന്നതിലും വളരെയേറെ വലുതാണ്. ചില രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം, പക്ഷെ ചിലത് അതേപോലെ വിടുന്നതായിരിക്കും നല്ലത്. സോ നിങ്ങൾക്ക് കാംചാറ്റ്കയിലെ ദ വാലി ഓഫ് ഡെത്തിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ പോകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. കൂടാതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.